തിരുവനന്തപുരത്ത് അംഗൻവാടി ടീച്ചർ കുട്ടിയെ മർദ്ദിച്ചതായി പരാതി. മാറനല്ലൂർ പറമ്പിക്കോണം സ്വദേശികളായ പ്രവീൺ, നാൻസി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകളെയാണ് അംഗൻവാടി ടീച്ചർ മർദ്ദിച്ചത്. കുഞ്ഞിന്റെ മുഖത്ത് മർദ്ദിച്ച പാടുകൾ കണ്ടതിനെ തുടർന്ന് കാര്യം തിരക്കിയപ്പോഴാണ് ടീച്ചർ അടിച്ച വിവരം അറിഞ്ഞത്. അംഗൻവാടിയിലെ ടീച്ചർ പുഷ്പകലയ്ക്കെതിരെയാണ് പരാതി. കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അംഗൻവാടിയിൽ നിന്നും എത്തിയതു മുതൽ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായും പാട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും കുട്ടിയുടെ അച്ഛൻ പ്രവീൺ പറഞ്ഞു. 10 മണിക്ക് ഒരു ALMS എന്ന് പറഞ്ഞവരോട് അംഗൻവാടിയുടെ എന്തോ ഒരു സംഘടന അവർ ഓഫീസിൽ നിന്നൊക്കെ ആൾ വന്ന് അപ്പോൾ അവർ സംസാരിച്ച് താൽക്കാലികമായിട്ട് അവരെ ജോലിയിൽ നിന്ന് മാറ്റി. ഇതെന്താണെന്ന് സത്യാവസ്ഥ അറിയുന്നത് വരെ അവർ ചോദിച്ചപ്പോഴും അവർ പറയുന്നത് അവർ അടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പുഷ്പലതയിലേക്ക് പുഷ്പകലയിലോട്ട് പരാതി എത്തുന്നത് കാരണം ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് അവരടിച്ചെന്നാണ് പറയുന്നത്. അപ്പം ഈ ആശാ വർക്കറും ടീച്ചറും അല്ലാതെ അതിനകത്ത് വേറെ ആരും വന്നിട്ടില്ല എന്ന് അവരും പറയുന്നത്. ഈ കുഞ്ഞിൻ്റെ പരിക്ക് എങ്ങനെയാണ്? പരിക്ക് ആ ഒരു പാട് മാറി, എന്നാലും കവിളിലൊരു വീക്കമുണ്ട്. ഇപ്പോൾ ENT കാണിച്ച് അപ്പോൾ മരുന്നൊഴിച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അവർ. നിങ്ങൾ ഇന്നലെ അറിയുന്ന കുഞ്ഞ് രാത്രി കരഞ്ഞപ്പോഴാണെന്നൊക്കെ ഈ പാട് കണ്ട്, പക്ഷേ പാട് കണ്ട് ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് വേണ്ട കളയാന്ന് വിചാരിച്ച്. എന്തായാലും അവർക്കൊരു കയ്യബദ്ധം പറ്റിയതായിരിക്കും, അല്ലാതെ സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ പിന്നെ രാത്രി കുഞ്ഞ് കരഞ്ഞേ കൊണ്ടാണ് തക്കിയോട് കൊണ്ടുവന്നപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ വീക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ENT കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ENTയിലോട്ട് ഇങ്ങ് വന്നത്. എന്താണ് ആശുപത്രി അധികൃതർ എന്താ പറയുക? ആശുപത്രി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ENTയുടെ പരിക്ക് സംബന്ധിച്ച് ഉണ്ട്, കാരണം വീക്കമുണ്ട്. ENT ടെസ്റ്റ് കൂടെ കഴിഞ്ഞ് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുമ്പിലോട്ട് എന്താണെന്ന് അറിയാൻ പറ്റും. ആ ഹോസ്പിറ്റലുകാരാണ് ഡയറക്റ്റ് സ്റ്റേഷനിൽ അറിയിച്ചതും. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ല, അവർക്ക് അറിയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.